us see a question. Product A and B formed in the following set of reactions ആണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് തന്നിരിക്കുന്ന ആളെ നോക്കുക, ഒരു ഡബിൾ ബോണ്ടുള്ള സിസ്റ്റം ആണ് തന്നിരിക്കുന്നത്, എ സൈക്ലിക് ഡബിൾ ബോണ്ടഡ് സിസ്റ്റം. ഞാൻ അതിനെ എടുക്കണം. ഫസ്റ്റ് എ നമുക്ക് എങ്ങനെ കിട്ടി എന്നുള്ളത് നോക്കാം. ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിലേക്ക് H+ കൊടുത്ത് H2O. അപ്പോൾ H+ ബാർ H2 ആണ്. H+ന്റെ പ്രസൻസിൽ വാട്ട് ഹാപ്പൻസ്? ഡബിൾ ബോണ്ട് എനിവേ ഡബിൾ ബോണ്ട് H+നെ പോയി അബ്സ്ട്രാക്ട് ചെയ്യണം. അബ്സ്ട്രാക്ഷൻ ഓഫ് H+ വിൽ ഹാപ്പൻ. ഞാനത് വരക്കാണ്. CH3 ഉണ്ട്. രണ്ട് ചാൻസസ് ഉണ്ടായിരുന്നു. ഒന്നുകിൽ ഈ ഡബിൾ ബോണ്ട് ഹൈഡ്രോജൻ അബ്സ്ട്രാക്ട് ചെയ്തിട്ട് ദേ ഇവിടെ ഹൈഡ്രോജൻ വരാം. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ഹൈഡ്രോജൻ വന്നാൽ തൊട്ടടുത്തുള്ള കാർബണിന് പോസിറ്റീവ് ചാർജ്, വിച്ച് ഈസ് എ സെക്കൻഡറി കാർബോകാറ്റയോൺ. അതല്ല എങ്കിൽ ഈ ഹൈഡ്രോജൻ എടുത്തു കഴിഞ്ഞ് നോക്കിയേ, ഈ കാർബണിലേക്കാണ് ഹൈഡ്രോജൻ വരുന്നതെങ്കിൽ ഞാൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കാർബണിൽ പോസിറ്റീവ് ചാർജ് വരും, വിച്ച് ഈസ് എ ടെർഷ്യറി കാർബോകാറ്റയോൺ. സോ കാർബോകാറ്റയോൺ ജനറേഷൻ ചെയ്യുമ്പോൾ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ നോക്കി ജനറേറ്റ് ചെയ്യണം. ടെർഷ്യറി കാർബോകാറ്റയോൺ കിട്ടാനാണ് ഞാൻ ശ്രമിക്കുന്നത്. സോ ടെർഷ്യറി കാർബോകാറ്റയോൺ കിട്ടാൻ, സോ ഹൈഡ്രോജൻ ഈസ് ബോണ്ടിങ് ഹിയർ. ഹൈഡ്രോജൻ ബോണ്ട് ചെയ്തു. എന്നിട്ട് നമ്മൾ H2O ഉണ്ട്. സോ ഒബ്വിയസ്ലി H2O ഓക്സിജൻ ഇലക്ട്രോൺ റിച്ച് ആണ്. അപ്പോൾ ഓക്സിജൻ പോയിട്ട് അവിടെ അറ്റാക്ക് ചെയ്യും. എങ്കിൽ എനിക്കതിനെ OH2O എന്നൊക്കെ നമുക്ക് എഴുതാം. ഹൈഡ്രോജൻ ഓൾറെഡി ഉണ്ട്. പിന്നീട് H+നെ ലീവ് ചെയ്താൽ, അതായത് ഇതിന്ന് H+ പോയി കഴിഞ്ഞാൽ എനിക്ക് ഡബിൾ ബോണ്ട് ഇല്ല, ഡബിൾ ബോണ്ട് മാറി. CH3OH. ഇവിടെ ഹൈഡ്രോജൻ ഉണ്ട്. ആ ഹൈഡ്രോജനെ ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുന്നില്ല. സോ എനിക്ക് A എന്ന് പറയുന്ന പ്രോഡക്റ്റിനെ എനിക്ക് കിട്ടിക്കഴിഞ്ഞു. ആ സൈക്ലിക് സിസ്റ്റത്തിൽ CH3യുടെ ആ ടെർഷ്യറി കാർബണിന്റെ മേലെ OH നമുക്ക് വന്നിട്ടുണ്ട്. റെഡി? സോ 1 സൈക്ലോഹെക്സനോൾ ആണ് കിട്ടിയിരിക്കുന്നത്. 1 മീഥൈൽ സൈക്ലോഹെക്സനോൾ ആണ് നമുക്ക് A എന്ന് പറയുന്നയാൾ. അപ്പം A എന്നുള്ളത് ആദ്യമേ നോക്കാം. C1 എന്തായാലും ഓപ്ഷൻ നമുക്ക് വരുന്നില്ല. 3 നമുക്ക് ഓപ്ഷൻ വരുന്നില്ല. A കിട്ടിയാൽ തന്നെ നമ്മുടെ കാര്യം സാധിച്ചു. സോ യുവർ ആൻസർ വിൽ ബി ഓപ്ഷൻ 2. യു ഡോണ്ട് നീഡ് ടു ഗോ ഫോർ ദി അതർ ഓപ്ഷൻസ്. കാരണം A നോക്കിയാൽ ബാക്കി ഒന്നിലും A മാച്ച് ആവുന്നില്ല. നൗ എനിവേ ലെറ്റ് us proceed to get the option B. B എങ്ങനെയാണ് സംഭവിക്കുന്നത്? നമ്മുടെ കയ്യിൽ തന്നിരിക്കുന്ന ഇതേ സിസ്റ്റത്തിൽ ഐ വിൽ യൂസ് അനദർ കളർ. നീല കളർ എടുക്കാം. നമുക്ക് തന്നിരിക്കുന്ന ഈ സിസ്റ്റത്തിലേക്ക് തന്നെ B2H6 H2O2 ബാർ NaOH. സോ ദിസ് ഈസ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ആൽക്കഹോൾസ് ചാപ്റ്ററിൽ നമ്മൾ കണ്ടിരിക്കുന്ന നെയിം റിയാക്ഷൻ ആണ് ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ഈസ് ആക്ച്വലി ദ പ്രിപ്പറേഷൻ ഓഫ് പ്രൈമറി ആൽക്കഹോൾ, അല്ലെങ്കിൽ ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ. പ്രൈമറി എന്ന് ഞാൻ എടുത്തു പറയേണ്ട, കാരണം സിസ്റ്റം മാറുന്നതിനനുസരിച്ച് ചേഞ്ചസ് ഉണ്ടാവാം. സോ ഇറ്റ് ഈസ് എ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കഹോൾ ഫ്രം അൽക്കീൻ. ആൽക്കീനിൽ നിന്ന് ആൽക്കഹോൾസിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നു. ആൻഡ് യു ഹാവ് ടു അസ്യൂം ഇറ്റ് ഫോളോസ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇറ്റ് ഫീൽസ് ലൈക്ക് ആന്റി മാർക്കോവ് അഡീഷൻ നടത്തിയതായിട്ട് നമ്മൾ പരിഗണിക്കണം. ആന്റി മാർക്കോവ് അഡീഷൻ നടത്തിയതായിട്ട് നമ്മൾ പരിഗണിക്കണം. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കി, നെഗറ്റീവ് പാർട്ട് ഓഫ് ദി അഡെൻഡം ഷുഡ് ഗോസ് ടു ദി കാർബൺ വിത്ത് മാക്സിമം നമ്പർ ഓഫ് ഹൈഡ്രോജൻ. അതാണ് ആന്റി മാർക്കോവ്സ് അഡീഷൻ. എങ്കിൽ ഡബിൾ ബോണ്ടിന് അക്രോസ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യുമ്പോൾ നേരത്തേതിൽ നിന്ന് വിപരീതമായിട്ട് സംഭവിക്കും. നേരത്തെ നമുക്ക് സംഭവിച്ചിരിക്കുന്നത് ഡബിൾ ബോണ്ടിലേക്കുള്ള അഡീഷൻ, ഇലക്ട്രോഫിലിക് അഡീഷൻ ഷുഡ് ഫോളോ മാർക്കോവ്-നിക്കോസ് റൂൾ, വേർ സ്റ്റെബിലിറ്റി ഓഫ് കാർബോകാറ്റയോൺ ഈസ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇവിടെ മാർക്കോവ്-നിക്കോസ് റൂൾ ആണ് സംഭവിച്ചിരിക്കുന്നത്. ഹൈഡ്രോജൻ ഇവിടെയും OH-നെ നമ്മൾ ഇവിടെയും ആഡ് ചെയ്തു. നൗ ആന്റി മാർക്കോവ്-നിക്കോസ് റൂൾ വിൽ ഹാപ്പൻ. സംഭവിക്കുന്നത് OH നമുക്ക് ഇവിടെ വരുന്നു, ഹൈഡ്രോജൻ മേലെ വരുന്നു. സോ B എന്ന് പറയുന്നയാളെ നമുക്ക് ഈസി ആയിട്ട് കിട്ടി. സോ ഇതൊരു മാർക്കോവ്-നിക്കോസ് ആന്റി മാർക്കോവ്-നിക്കോസ് അഡീഷൻ പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൽ GOC2 റിയാക്ഷൻ മെക്കാനിസത്തിൽ നിന്ന് വരുന്ന ഒരു ചോദ്യമായിട്ട് നമുക്ക് പറയാം. അതുകൂടാതെ മാർക്കോവ്-നിക്കോസ് അഡീഷൻ ഡബിൾ ബോണ്ടിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതുകൊണ്ട് ഹൈഡ്രോ കാർബൺ എന്നുള്ളൊരു ചോദ്യമായിട്ട് പറയാം, ആൽക്കീനിന്റെ റിയാക്ഷൻ ആയിട്ട് പറയാം. അതല്ലെങ്കിൽ ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ ആൽക്കഹോൾസിന്റെ പ്രിപ്പറേഷനിൽ വന്നതുകൊണ്ട് നമുക്ക് ആൽക്കഹോൾ ഫീനോൾസ് ആൻഡ് ഈഥേഴ്സ് എന്ന ചാപ്റ്ററിലുള്ള ചോദ്യമായിട്ടും പറയാം. ഓക്കെ, സോ എനിവേ ദീസ് all questions and all chapters are interconnected here. ഹൈഡ്രോബൊറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷനിൽ NCERT കൊടുത്തിരിക്കുന്ന ഭാഗമാണ് ഇവിടെ നിങ്ങൾ കാണുന്നത്. ഡബിൾ ബോണ്ട് തന്നിരിക്കുന്നു. ഹൈഡ്രോബൊറേഷൻ ചെയ്യുമ്പോൾ നമ്മൾ HBH2, അപ്പം BH2H നമ്മൾ ആഡ് ചെയ്തു. അങ്ങനെ വീണ്ടും അടുത്ത 2 അഡീഷൻസ് കൂടി ചെയ്തതിന് ശേഷം നമ്മൾ ബോണ്ട് ബ്രേക്കിംഗ് ചെയ്യാണ്, ഓക്സിഡേഷൻ ചെയ്ത് ഹൈഡ്രോളിസിസ് ചെയ്യുന്നു. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ആന്റി മാർക്കോവ് ആഡഡ് പ്രോഡക്റ്റ് ആയിരിക്കും. റെഡി?